Hi friends, welcome back to my channel Jeena's Yummy Treats. So ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ്. അപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ വലിയ ബ്രിഞ്ചൽസ് ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് നല്ല ടേസ്റ്റി ആയ ഒരു ചട്ടി റെസിപ്പി ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് സൈഡ് ഡിഷ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതെങ്ങനെ റെഡിയാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ബ്രിഞ്ചോളൊന്ന് തീയിലൊന്ന് ചുട്ടെടുക്കാം. നല്ലോണം ചുട്ടെടുക്കണം. അതിൻ്റെ സ്കിന്ന് ബ്ലാക്ക് കളർ ആവുന്ന വരെ, അകത്ത് നല്ല വെന്ത് കിട്ടുന്ന വരെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാവുന്നതാണ്. ഇത് ചുടുന്ന സമയത്ത് കൈയൊന്ന് സൂക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പക്കട് വെച്ച് വേണമെങ്കിലും ഇതൊന്ന് മറിച്ച് തിരിച്ചു വിട്ടാവുന്നതാണ്. ഇതാണ് നിങ്ങൾക്കിപ്പോൾ കാണാം, ഇത് സ്കിന്നൊക്കെ ഒന്ന് ചുരുങ്ങി ബ്ലാക്കൊക്കെ ആയി വന്നിട്ടുണ്ട്. സോ ഇതുപോലെ നമുക്ക് എല്ലാ സൈഡും നല്ലോണം ചുട്ടെടുക്കണം. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് ഇനി ചുട്ടെടുക്കാൻ പോകുന്നത്. സോ അകം വരെ നല്ലോണം വെന്ത് കിട്ടണം. നമുക്ക് ഇതുപോലെ ചുട്ട് നല്ല ഫ്ലേവറാണ് ഈ ബാങ്കന് നമുക്ക് കിട്ടുന്നത്. അപ്പം ഓൾമോസ്റ്റ് എൻ്റെ ബ്ലാക്കിഷ് കളറായതുണ്ട്. നമുക്കൊരു ഫോക്ക് വെച്ച് ഇതൊന്ന് പൊക്കി കൊടുക്കാം. പക്ഷേ അകം വരെ നമുക്ക് നല്ലോണം വെന്ത് വരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് നല്ലോണം വെന്ത് വരുമ്പോഴത്തേക്കിന് നല്ലോണം ചുട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഫോക്ക് വെച്ച് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. നല്ല അകത്ത് വരെ നമുക്കൊന്ന് പൊക്കി കൊടുക്കാം. ഇത് വലിയ ബ്രിഞ്ചോൾ ആയതുകൊണ്ട് നമുക്ക് നല്ലോണം അകം വരെ ഒന്ന് വെന്ത് കിട്ടണം. സോ നിങ്ങൾക്ക് കാണാം, ഫോക്ക് നല്ലോണം അകത്ത് വരെ പോകുന്നുണ്ട്. അപ്പം ബാങ്കൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല ചുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതിന് നല്ലോണം തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് മാറ്റിയിട്ട് ഇത് സ്മാഷ് ചെയ്യുക ചെയ്യേണ്ടത്. സോ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പം നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഈസിലി അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി വരും. സോ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. സോ ഇതെൻ്റെ ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സോ ഇനിയും നമുക്ക് അതിൻ്റെ മേലത്തെ ആ ഭാഗം ഒന്ന് കച്ചി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അകത്തെ അരി കാണുമായിരിക്കും. ഒത്തിരി അരി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരി മാറ്റാം. ബിക്കോസ് അരി ഒത്തിരി ഉണ്ടെങ്കിൽ കഴിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതിനകത്ത് ഇച്ചിരി വലിയ മൂത്ത ഒരു ബാങ്കൻ ആയതുകൊണ്ട് കുറേ അരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ സ്മാഷർ വെച്ച് നമുക്ക് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കാം. ഒത്തിരി അരി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ഡയറക്റ്റ് സ്മാഷ് ചെയ്യാം ഞാൻ. പക്ഷേ ഇതിനകത്ത് കൂടുതലായതുകൊണ്ട് ഞാനതൊന്ന് മാറ്റിയിട്ട് അത് സ്മാഷ് ചെയ്തെടുത്തേക്കണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ജാറിനകത്തോട്ട് 3 അല്ലി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ അറൗണ്ട് ഞാനിവിടെ ജീരകം എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി. ഇത് ഞാൻ വറുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി വെച്ചേക്കുന്ന ഒരു കപ്പലണ്ടിയാണ്. സോ ഓൾമോസ്റ്റ് 3 ടേബിൾ സ്പൂൺ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ചതിച്ചെടുത്തുകൊണ്ട് വരണം. ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ആയാൽ മതി, പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. വേണ്ട, ഇതുപോലെ നമുക്കൊന്ന് ഗ്രൈൻഡായി കിട്ടിയാൽ മാത്രം മതി. ഇനിയും നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു പാൻ എടുക്കാം. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. സോ അതിൻ്റെ കടുക് നല്ല പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഒന്ന് ചതച്ച് വെച്ചേക്കുന്ന പീനട്ടും അതിൻ്റെ ഒരു പേസ്റ്റ് നമുക്കിതിനകത്ത് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്യൂ സെക്കൻഡ്സ് മാത്രം നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന ബാങ്കൻ മോഡ് ഇട്ട് നല്ലോണം മിക്സാക്കി എടുക്കാവുന്നതാണ്. ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് നമുക്കിതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. സോ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. ഞാനിനി ഇപ്പം തന്നെ നമുക്ക് നല്ല പീനട്ടിൻ്റെയും ബാങ്കൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. സോ നല്ലൊരു സ്മെല്ല് അരോമയാണ് ഇതിന് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് അടിച്ച് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് അടിച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. സോ ഓൾമോസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എൻ്റെ ബാങ്കൻ്റെ ഭർത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഷുവർ ആയിട്ട് അറിയിക്കണം. ഇതിൻ്റെ മേലിൽ കുറച്ച് കൊറിയൻഡർ ലീവ്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനല്ല, ജസ്റ്റ് ഫോർ ഗാർണിഷിങ് മാത്രം. സോ ബ്രിഞ്ചൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വരെ ഈ ഒരു റെസിപ്പി ഷുവറായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ ഡിഷ് വേണമെങ്കിൽ അതെൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പി ഷുവറായിട്ട് ഞാനത് ഇടുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.